നമ്മുടെ ദേവാലയം ഈ തണ്ണീർമുക്കത്തെ ഈ തിരുരക്ത നാമത്തിലുള്ള ഈ ദേവാലയം ഏഷ്യയിൽ തിരുരക്ത നാമത്തിലുള്ള ഏക ഇടവക ദേവാലയമാണ്. നമുക്കറിയാം അതിൻ്റെ ചരിത്രം എന്താ, എങ്ങനെയാണ് ഈ ദേവാലയം തിരുരക്തത്തിൻ്റെ പേരിൽ ഇത് സ്ഥാപിക്കപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ തിരുരക്തത്തിന് പ്രതിഷ്ഠിക്കപ്പെടുവാൻ ഇടയായി. നമ്മുടെ ദേവാലയം 1926 വേദപ്രചാരാർത്ഥം എത്തിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ തണ്ണീർമുക്കത്തുള്ള ക്രിസ്ത്യാനികൾക്ക് ആത്മീയ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒരു ദേവാലയം പണിയുന്നതിന് 4000 രൂപ സഹായം വാഗ്ദാനം ചെയ്തു. 1928 കുടവെച്ചൂരിൽ നിന്നും ഇടവകക്കാരോടൊപ്പം തണ്ണീർമുക്കം സന്ദർശിച്ച തിരുരക്ത മിഷണറി സഭാവൈദികർ ഒരു പണക്കിഴി തണ്ണീർമുക്കത്തെ കാരണവന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു, തിരുരക്തത്തിന്റെ നാമത്തിൽ ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കണമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യം. ഈ താല്പര്യാർത്ഥം വ്യാകുലാംബികയുടെ പ്രതിഷ്ഠയിൽ ആണ് ഈ ദേവാലയം പണിതെങ്കിലും ഈ തിരുരക്ത മിഷണറിമാരുടെ ആവശ്യപ്രകാരം അവർ നൽകിയ സഹായ തുക സ്വീകരിച്ചുകൊണ്ട് വ്യാകുല മാതാവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ചെറിയ ദേവാലയം അത് തിരുരക്തത്തിന്റെ നാമത്തിലേക്ക് ഈ തിരുരക്ത മിഷണറിമാരുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെ ഭാഗമായി, പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് തിരുരക്ത ദേവാലയമായി മാറ്റപ്പെടുകയാണ്. 1928 ജൂലൈ 11 ദേവാലയ നിർമ്മാണത്തിന് സർക്കാരിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചു. 352 നമ്പറായി ഉത്തരവ് ലഭിക്കുകയും ചെയ്തു. 1928 ഒക്ടോബർ 7 താൽക്കാലികമായി പണികഴിപ്പിച്ച കൂടാരത്തിൽ ആദ്യമായി തണ്ണീർമുക്കത്ത് വിശുദ്ധ ബലി അർപ്പിച്ചു. 1931 ജൂലൈ വികാരി ജനറലായിരുന്ന റൈറ്റ് ജോർജ് വലിയാറമ്പത്ത് പുതിയതായി പണികഴിപ്പിച്ച ദേവാലയം വെച്ചിരിച്ചു. 1937 ഓഗസ്റ്റ് 18 ഇടവക പള്ളിയായ ദേവാലയം ഉയർത്തപ്പെട്ടു. 1984 മെയ് 4 പ്രസ്തുത ദേവാലയം വികാരി ബഹുമാനപ്പെട്ട ഫാദർ മാത്യു മുട്ടത്തൊട്ടിൽ പുനർനിർമ്മിച്ചു. പുതിയ ദേവാലയത്തിന്റെ മുനാശകർമ്മം ഇടവകാംഗം കൂടിയായ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവ് നിർവഹിച്ചു. പരേതനായ ബഹുമാനപ്പെട്ട ഫാദർ ജോൺ പുത്തൻകരി അച്ഛൻ വെച്ചൂർ അസിസ്റ്റന്റ് വികാരിയായിരിക്കുമ്പോൾ ഇവിടെ താമസിച്ച് ഈ ഇടവകയിൽ കാണുന്ന എല്ലാ നല്ല പാരമ്പര്യങ്ങൾക്കും അടിസ്ഥാനമിട്ടു എന്നത് എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. 1992 ജൂൺ വികാരിയായി ബഹുമാനപ്പെട്ട ഫാദർ അലക്സാണ്ടർ ഇരവിമംഗലം നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ആരംഭിച്ചു. ഈ ഇടവകയുടെ അഭിമാന താരമായിരുന്ന താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവിന്റെ ദേഹവിയോഗം 1994 ജൂൺ 11 അത് ഏവരെയും ദുഃഖത്തിലായി. തുടർന്ന് വികാരിയായി വന്ന ബഹുമാനപ്പെട്ട സെലസ്റ്റിൻ അച്ഛൻ പള്ളി നവീകരിക്കുകയും പുതിയ വിദ്യാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് വന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോഷി കളപ്പറമ്പത്ത്, ബഹുമാനപ്പെട്ട ഫാദർ പോൾ കോട്ടയ്ക്കൽ, ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് ഡി പ്ലാക്കൽ എന്നിവർ ഇടവകയെ ആത്മീയമായി വളർത്തുന്നതോടൊപ്പം BSMM നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് പുതിയ രൂപഭാവങ്ങൾ നൽകുകയും ചെയ്തു. ഇപ്പോഴത്തെ വികാരി ആയിട്ടുള്ള ഞാൻ തിരുരക്ത നാമത്തിലുള്ള ഇടവകയെ നയിക്കുവാൻ ദൈവത്തിന്റെ ഒരു നിയോഗം പോലെയാണ് ഞാൻ ഈ ദേവാലയത്തിൽ എത്തിപ്പെട്ടത്. ഇനി തിരുരക്ത തിരുനാളിന്റെ എങ്ങനെയാണ് തിരുരക്ത തിരുനാൾ ഇവിടെ ആരംഭിക്കപ്പെട്ടത് എന്നതിൻ്റെ ഒരു ചരിത്രം കൂടെയുണ്ട്. നമ്മുടെ തിരുരക്ത തിരുനാൾ ഇവിടെ ആരംഭിച്ചിട്ട് തിരുനാളായി ആരംഭിച്ചിട്ട് 4 വർഷമാകുന്നു. ഇത് 4ാമത്തെ തിരുനാളാണ്. വ്യാകുല മാതാവിന് ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ വ്യാകുല മാതാവിന്റെ തിരുനാളാണ് പ്രധാന തിരുനാളായി ഇപ്പോഴും ഈ ഇടവക
ആചരിച്ചുകൊണ്ടും ആഘോഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എല്ലാ വർഷവും ജനുവരി മാസത്തിൻ്റെ ആദ്യ ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ വ്യാകുല മാതാവിൻ്റെ പ്രധാന തിരുനാൾ തണ്ണീർമുക്കം തിരുരക്ത ദേവാലയത്തിൽ ആചരിച്ചു വരിക. ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഈശോയുടെ തിരുരക്തനാമത്തിലുള്ള ഏക ഇടവക ദേവാലയമാണ് നമ്മുടെ തണ്ണീർമുക്കം തിരുരക്ത ദേവാലയം. 1928 സ്ഥാപിതമായ ഈ തണ്ണീർമുക്കം തിരുരക്ത പള്ളി എങ്കിലും തിരുരക്തനാമത്തിൽ പ്രത്യേകമായി പ്രാർത്ഥനകളോ തിരുനാൾ ആചരണങ്ങളോ ഉണ്ടായിരുന്നില്ല. 2018 വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് ഡി പ്ലാക്കിൽ ജൂലൈ മാസത്തിൽ ആദ്യമായി തിരുരക്ത ജപമാല ഇടവക ജനത്തിന് പരിചയപ്പെടുത്തുകയും തിരുരക്ത ജപമാല പ്രാർത്ഥന പുസ്തകം വീടുകളിൽ നൽകുകയും തിരുരക്ത ജപമാല വീടുകളിൽ ആരംഭിക്കുകയും ചെയ്തു. ജൂലൈ 14 പള്ളിയിൽ തിരുരക്ത തിരുനാൾ ബലി അർപ്പിക്കുകയും ചെയ്തു. 2019 ഇപ്രകാരം തന്നെ തിരുരക്ത ജപമാല ആചരണവും തിരുരക്ത തിരുനാളും ബലിയർപ്പണവും ഈ ദേവാലയത്തിൽ നടത്തി. 2021 ഞാൻ ഈ ഇടവകയുടെ വികാരിയായിട്ട് ചാർജെടുക്കുക. COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ ഞാൻ വന്ന വർഷത്തിൽ ഓൺലൈനിലൂടെ ഈ തിരുരക്ത ജപമാല ആചരണവും പ്രത്യേകമായി 9 ദിവസത്തെ തിരുരക്ത ജപമാല ആഘോഷപൂർവമായിട്ടുള്ള സമർപ്പണവും ജൂലൈ മാസത്തിലെ അവസാന ഞായറാഴ്ച തിരുരക്ത തിരുനാളും ആചരിച്ചു. 2022 എനിക്ക് പ്രത്യേകമായി ലഭിച്ച ദൈവാത്മാവിൻ്റെ പ്രചോദനം, ആ പ്രചോദനത്താൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഈ ക്രൂശിത രൂപത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ പറഞ്ഞു തരിക, ഈശോയുടെ തിരുരക്ത നാമത്തിൽ ഒരു നവനാൾ തയ്യാറാക്കണം എന്നുള്ളത്. അങ്ങനെ 2022 പ്രകാരം ദൈവത്തിൻ്റെ നിയോഗം എന്ന രീതിയിൽ തിരുരക്തത്തിൻ്റെ നവനാൾ പ്രാർത്ഥന ഞാൻ തിരുരക്തവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും പ്രാർത്ഥന പുസ്തകങ്ങളും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് അത് വായിച്ച് അതിൽ തിരുരക്തത്തിൻ്റെ ഭക്തി എപ്രകാരം പ്രചരിപ്പിക്കാൻ സാധിക്കും, എപ്രകാരം നല്ലൊരു നവനാൾ പ്രാർത്ഥന രൂപപ്പെടുത്താൻ സാധിക്കും എന്ന് പല പുസ്തകങ്ങളിലൂടെ അത് വായിച്ച് മനസ്സിലാക്കി പല പുസ്തകങ്ങളിൽ നിന്നും പ്രാർത്ഥന പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ എടുത്ത് ക്രോഡീകരിച്ച് ആണ് പുതിയ ഒരു നവനാൾ തിരുരക്തത്തിൻ്റെ പേരിൽ ഈ ദേവാലയത്തിൽ നമ്മൾ ആരംഭിച്ചു. 2022 ഇപ്രകാരം തിരുരക്ത നവനാൾ പ്രാർത്ഥന എഴുതി തയ്യാറാക്കി ആദ്യമായി 2022 ജൂലൈ മാസം 22 വെള്ളിയാഴ്ച തിരുനാളിൻ്റെ ആഘോഷപൂർവമായ തിരുരക്ത തിരുനാളിൻ്റെ കൊടി ആദ്യമായിട്ട് ഉയർത്തുക. ജൂലൈ 22 മുതൽ ജൂലൈ 31 വരെ 2022 9 ദിവസത്തെ തിരുരക്ത ജപമാലയും നവനാൾ ശുശ്രൂഷയും തിരുനാളും ഭക്തിയോടുകൂടെ ആഘോഷിച്ചു. അന്നു മുതൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്രകാരം തന്നെ ജൂലൈ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ച തിരുനാൾ ആചരിക്കുന്ന വിധത്തിൽ അതിന് മുൻപുള്ള 9 ദിവസങ്ങൾ തിരുരക്ത നവനാൾ ശുശ്രൂഷയും തിരുരക്ത ജപമാലയും ജൂലൈ മാസം മുഴുവൻ 1 തീയതി മുതൽ ജൂലൈ മാസം 31 വരെ തിരുരക്ത ജപമാല മാസ ആചരണവും ഈ തണ്ണീർമുക്കം തിരുരക്ത ദേവാലയത്തിൽ നടത്തപ്പെടുകയാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ തണ്ണീർമുക്കം ദേവാലയത്തിൽ ഈ തിരുരക്ത നവനാൾ ആരംഭിച്ചതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് ദൈവത്തിന് ഈശോ തിരുരക്തത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി. 2022 നമ്മൾ ആദ്യം ആരംഭിച്ച തിരുനാളിൻ്റെ ആ വർഷത്തിൽ തന്നെ തിരുനാൾ ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ പാലാ അരുവിത്തറ ഇടവകയിലുള്ള ഒരു കുടുംബം ഇവിടെ വന്ന് ഈശോയുടെ തിരുരക്തത്തോട് പ്രത്യേകം നിയോഗം സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുകയും ആ നിയോഗം ഈശോയുടെ തിരുരക്തം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് ഉപകാരസ്മരണയായി ഈശോയുടെ തിരുരക്തത്തിന് നന്ദിയായി
2023 ആണ്ടിലെ തിരുരക്ത തിരുനാൾ പ്രദക്ഷിണത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി സ്വർണ്ണ കുരിശ് നമ്മുടെ ദേവാലയത്തിൻ്റെ സൈഡിൽ അത് വെച്ചിട്ടുണ്ട്. ആ സ്വർണ്ണ കുരിശ് ആ കുടുംബം ഈശോയുടെ തിരുരക്തത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദിയായിട്ട് ഈ ദേവാലയത്തിൽ സമർപ്പിച്ചത്. അതുപോലെ മറ്റ് പല ഉപകാര സ്മരണകളും ഈ ദേവാലയത്തിൽ പല കാര്യങ്ങളായിട്ട് നൽകപ്പെടുന്നു. അൾത്താരയിൽ കർത്താവിൻ്റെ ആരാധനയ്ക്ക് വയ്ക്കുവാനായിട്ട് ഗ്ലോബും, ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബും ഇതുപോലെ നന്ദിയായിട്ടും പ്രാർത്ഥന നിയോഗമായിട്ടും സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ നാമത്തിൽ ഈ ദേവാലയത്തിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ആ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ മോചന ദ്രവ്യമായിട്ടാണ് ക്രിസ്തു തന്റെ രക്തം നൽകിയത്. അത് വളരെ വ്യക്തമായിട്ട് ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള അമൂല്യമായ തിരുരക്തം കൊണ്ടത്രേ നാം വീണ്ടെടുക്കപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷത്തിലെ ഈ വചനങ്ങൾ അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. നാം വീണ്ടെടുക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ടാണ്. സുവിശേഷത്തിൽ ക്രിസ്തു തന്നെ പറഞ്ഞു വയ്ക്കുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മോചനദ്രവ്യമായി എൻ്റെ ജീവൻ നൽകാൻ. അപ്രകാരം നൽകപ്പെട്ട ജീവൻ ഈശോയുടെ തിരുരക്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത് പ്രകാരമാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനും. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തവും തിരുജലവും നമുക്ക് കരുണയുടെ ഉറവിടമാണ്. നമ്മുടെയും ലോകം മുഴുവനെയും പാപങ്ങൾക്ക് പരിഹാരമായി നാം നിരന്തരം ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നിത്യപിതാവിന് അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ തിരുരക്തത്തോട് നമുക്ക് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്തിൻ്റെ ജപമാല നമുക്ക് വിശ്വാസത്തോടുകൂടെ സമർപ്പിക്കാം.